ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അന്നപ്പോൾ ഇന്ന് നമ്മൾ പുതിയ വീട്ടിലേക്ക് മാറിയല്ല, അന്നപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. നോക്കൂ ഗൈസ്, ബംഗാളി ബാബു കുളിപ്പിച്ച് മാറ്റി. ഒരു ഷൂ കാൽമേൽ, ഒരു ഷൂ ഇവിടെയും. ഞാൻ എന്താ പറയുന്നത് എൻ്റെ വായിലൊക്കെ. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. എന്നപ്പോൾ കുറച്ച് സാധനങ്ങൾ, അതായത് TV അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് വാങ്ങാൻ പോണത്. ആശിക്കാക്കിന് ഇത് ബഡ്ജറ്റൊക്കെ ഉണ്ടാവും, എന്തൊന്നും അറിയില്ല. അതപ്പോൾ ഐസും അവിടെ ഉണ്ടായിരുന്നു. ഐസും ഇന്ന് പോയി രാവിലെ പോയിട്ടോ. പോയി പിന്നെ ചേമ്പ് ചേനൊക്കെ നടാണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ നമ്മളെ പറമ്പിൽ ഇവിടെ നട്ടോളിന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഉമ്മക്ക് അതൊന്നും പറ്റില്ല. ഉമ്മൻ്റെ അവിടെ തന്നെ നടാണ്ട് കുറച്ച് എന്തായാലും പൂളൊക്കെ പറിക്കാൻ, അതായത് കപ്പ പറിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞു. വിചാരിച്ചു, പക്ഷെ എന്താ പറയാ, പർസുവിന്റെ പുട്ടിയടിക്കലൊക്കെ കഴിഞ്ഞ നേരം വൈകിപ്പോയി. അതാണ് സംഭവം. അല്ല, ഒന്ന് ജുമ കഴിഞ്ഞിട്ട് ഇറങ്ങാന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ പിന്നെ ജുമ കഴിഞ്ഞു പോയല്ലേ. അതപ്പോ 2 ദിവസം കഴിഞ്ഞ ആഴ്ച അങ്ങോട്ടൊക്കെ തന്നെ വരും കേട്ടോ. അപ്പൊ എന്റെ ഉമ്മനെയും കൂട്ടിയിട്ടാണ് പോകുന്നത്. ഉമ്മന്റെ വീട്ടിലുണ്ട്. അതപ്പോ ഉമ്മനെ ആ ബൈക്ക് കൂട്ടിയിട്ട് ഉമ്മനെ കൂട്ടിയിട്ടാണ് പോണത്. എടാ, ആ കാറിലൊന്നല്ല പോണേ, നമ്മളെ കാറിലാണ് പോണത്. അപ്പൊ നമ്മൾ എവിടേക്കാണ് പോണത്, എന്തൊക്കെ വാങ്ങുന്നത് എന്നുള്ളത് കാണിക്കാനുള്ള ചെറിയൊരു വീഡിയോ ആണ്. നമുക്ക് എനിക്ക് ഉമ്മന്റെ അടുത്ത് എത്തിയിട്ട് ഇനി കാണട്ടോ. അപ്പൊ ഗൈസ്, നമ്മളിത് അവിടെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ സൗണ്ട് എത്രത്തോളം കേൾക്കുന്നൊന്നും അറിയില്ല. നമ്മളിതാ ഇതാ വാവുണ്ട്. ഉമ്മനെ നമ്മളവിടെ പോയി കൂട്ടിയതാണ്. അല്ല, കൂട്ടിയെന്ന് പറയാൻ പറ്റില്ല. ഉമ്മ പകുതി ബസ് കയറി വന്നതാണ്. ഞങ്ങൾ എത്തുമ്പോഴേക്ക് നേരം വൈകി പോയി. അന്വേഷവും ഉണ്ട്. എന്നപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് TV നോക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ക്രിസ്മസിന്റെ ഒക്കെ ഭയങ്കര ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് എന്തോ ഉമ്മനെ ചുവട്ടിൽ ആസിക്കാക്ക പറയുന്നുണ്ട്. അപ്പൊ രണ്ടാളെന്തോ രഹസ്യം പറയാണ് ഗൈസ്. അപ്പൊ നമ്മള് ഇവിടുന്ന് TV നോക്കാനായിട്ടാണ് വന്നത്. അപ്പൊ TV നോക്കുന്ന ഏതാ TV ഇമ്മ അത് പറയണ്ടെന്ന് പറയാണ്. അതപ്പോ ഇമ്മ TV വാങ്ങി തരുന്നത് അല്ലേ. നോക്ക് അതപ്പോ നമുക്കിനി TV നോക്കിയിട്ട് ഏതാ TV എന്നൊക്കെ ഉള്ളത് നോക്കട്ടോ. ഞാൻ ചെറിയ TV മതി, നമ്മൾ ചെറിയ TV വാങ്ങുന്നത്. അപ്പം പറഞ്ഞ വലിയ TV വാങ്ങാനൊക്കെ പറഞ്ഞു. അപ്പൊ ഏറ്റവും വലിയ TV ഞങ്ങൾ വാങ്ങി തരുമല്ലോ. അപ്പൊ നമ്മൾ നോക്കുന്ന TV ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ്. ഇതിപ്പോ വർക്ക് ചെയ്യുന്നില്ല. നോ സിഗ്നൽ ചെക്ക് എക്സ്റ്റേണൽ ഇൻസുലർ സെലക്ട് ആണ്. അപ്പൊ ഇതാണ് ഞങ്ങൾക്ക് ഉമ്മ വാങ്ങിച്ചു തരുന്നത്. ഇതല്ല കേട്ടോ, ഇതിവിടെ ഡിസ്പ്ലേ വെച്ചതാണ് അല്ലേ അമ്മ. അതേപോലുള്ള ഒരു TV, അത്ര വലുപ്പമുള്ള. നമ്മൾ വലിയ റൂമാണല്ലോ, അപ്പൊ വലിയ റൂമിലേക്ക് വെക്കാം. സുലൈമാൻ അതാ മരമൊക്കെ പിടിച്ചു കരണ്ട് പിടിച്ചിരിക്കണോ, അവനെ പിടിച്ചോ. ഇവിടെ കുറച്ച് TV ഒക്കെ നോക്കുന്നുണ്ട്. ചെറുതുമലേക്കൊന്നും കണ്ണ് പോകുന്നില്ല ഗൈസ്, വലുതുമലേക്കാ കണ്ണ് പോകുന്നത്. ഇതിന് ഞങ്ങൾക്ക് യൂട്യൂബ് കിട്ടുന്ന TV അല്ല വേണ്ടി. യൂട്യൂബ്, നെറ്റ്ഫ്ലിക്സ്, പ്രൈം വീഡിയോ എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. വൈഫൈ കിട്ടിയാൽ നമുക്ക് ഷെയർ ചെയ്യാം. പിന്നെ ഫോണിനെ ഡിപ്പെൻഡ് ചെയ്ത് സ്ക്രീൻ മിറർ ചെയ്യാം. എല്ലാ കാര്യങ്ങളും ചെയ്യാം. സ്മാർട്ട് TV ആണല്ലോ, ഇങ്ങനെയാണ് വരുന്നത്. അതിലിപ്പോൾ LG ഉണ്ട്, സാംസങ് ഉണ്ട്, ഫോണുണ്ട്. ഇപ്പോൾ LG ഏറ്റവും സ്റ്റാർട്ടിംഗ് പ്രൈസ് തന്നെ 16,900 LGയുടെ. ഇത് ബ്രാൻഡഡ് ആണ്. LG, സാംസങ് എന്നെല്ലാം പറഞ്ഞാൽ ഒന്നുമില്ല. പിന്നെ സാംസങ്ങിൽ 18,900. ഇതെല്ലാം ക്വാളിറ്റി പാനൽ, ഹാർഡ് പാനലാണ്, ഫ്ലിക്കറിങ് വരുന്നത്. ഇതിലേക്ക് പോകുമ്പോൾ ഈ ഫ്ലിക്കറിങ് വരുന്ന പോലെ ഇതിൽ ഫ്ലിക്കറിങ് വരില്ല. പിന്നെ നിങ്ങൾക്ക് സൈഡ് വ്യൂ, ഈ നേരെ കാണുന്ന അതേ ക്ലാരിറ്റി സൈഡിൽ നിന്ന് പോലും വരും. ടിവിയുടെ പാനൽ ക്വാളിറ്റി ഇതിനപ്പം നമുക്ക് ഇഷ്ടമുള്ള നോക്കിയിട്ട് എടുത്തട്ടോ. പൈസ നോക്കണ്ട, ആലോചിക്കുക. ഞാൻ പറഞ്ഞ ചിലപ്പോ ഉമ്മ ഇവിടെ ഞാൻ പണം വെച്ച് പോകുന്നിരിക്കും. എനിക്ക് ആ വലിയ TVയാണ് വേണ്ടിയത്. ബേക്ക് തന്നെ ചവിട്ടി ഇവിടെ ഞങ്ങൾ വേറെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വന്നതൊക്കെ. അപ്പൊ ഇതിന്റെ താഴത്തുനിന്ന് ഞങ്ങള് TV ഒക്കെ സെറ്റ് ചെയ്ത് ഇനി മുകളിൽ പിന്നെ ഒരു കൂളർ വാങ്ങിച്ചിട്ടുണ്ട്. അത് ഫോൺ ഉമ്മന്റെ ആ ഫോണും അല്ലേ അടിക്കുന്നത്. നമ്മള് TV ഒക്കെ വാങ്ങിട്ടോ. ഇനി മുകളിലേക്ക് വന്നതാണ്. നമ്മള് മറ്റേ ഈ സാധനല്ലേ, നമ്മളൊരു TV വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ ഒരു കൂളർ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഗ്യാസ് വെക്കാൻ വേണ്ടി കുറച്ച് ചട്ടി, കുറച്ച് നോൺസ്റ്റിക്കിന്റെ പാത്രം, പിന്നെ അങ്ങനെയൊക്കെ ആയിട്ട് വന്നു. പക്ഷെ ഇതിന്റെ മുകളിൽ കയറിയപ്പോ ഇനി കുറെ സാധനങ്ങളൊക്കെ വാങ്ങണം എന്ന് ആഗ്രഹമുണ്ട്. ആശിക്കാക്ക വാങ്ങി തരാണെങ്കിൽ ഇതൊക്കെ ഞങ്ങൾ വാങ്ങി വീട്ടിൽ പോകുന്നതായിരിക്കും.
നല്ല നല്ല പ്ലേറ്റും കാര്യങ്ങളും. കാക്കു നമുക്ക് ഈ പ്ലേറ്റിന് സെറ്റ് ആയിട്ട് വാങ്ങിയാലോ? നോൺ സ്റ്റിക്കിന്റെ പാത്രം, ഇഷ്ടമുള്ള വാങ്ങിക്കാം. പിന്നെ അടിപൊളി പാത്രം ഉണ്ട് കേട്ടോ. നല്ല നോൺ സ്റ്റിക്കിന്റെ പാത്രങ്ങളൊക്കെ ആണ്. അതെടുത്ത സാധനം എനിക്ക് ദോശ ഉണ്ടാക്കണം. ഞാൻ ദോശ ഉണ്ടാക്കി കൊളാക്കി നിങ്ങൾ പരാതിയല്ലേ. നല്ല നോൺ സ്റ്റിക്കിന്റെ പാത്രം വാങ്ങി തന്നാൽ ഞാൻ നല്ല ദോശ കഴിച്ചിട്ട്. എന്നാ പിന്നെ ഈ പാത്രം എടുത്തു. എനിക്കൊരു നല്ല ദോശ എന്നിട്ട് വയ്യത്തായ അക്കെന്താടാ വേണ്ടി? ഓനിക്കൊന്നും വേണം. എനിക്ക് ഈ കൂടെ നടുത്തൊക്കെ പൊട്ടിക്കണം. എന്നിട്ട് ഇവിടെ അജിക്കാക്കനെ പണയം വെച്ച് പോണു. ഉമ്മ എടുത്ത് പോയി. നമ്മള് അറിയുന്നവരെ കണ്ടിട്ട് പോലെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. പഞ്ചാരുണ്ട് ഇവിടെ. ഇത് മറ്റേ തവ കേട്ടോ. നമുക്ക് മീനൊക്കെ ഇങ്ങനെ മെയ്ക്കില്ലാണ്ട് വെട്ടി തിന്നാൻ കോഴി ചുടുന്ന കമ്പി ഉണ്ടോ ചോദിച്ചു. നമ്മൾ ഇതിന് മുന്നേ ഒരു കോഴി ചുടുന്ന ഒരു കമ്പി വാങ്ങിയില്ലേ? അതാ ഈ അമ്മായി എടുത്തെങ്ങാണ്ട് വല ആക്കിയ. പിന്നെ ജ്യൂസിന്റെ പാത്രം. ഇത് നിർബന്ധം. ആൾക്കാരെ തെറ്റിദ്ധരിക്കും. എന്നോട് ചിരിക്കരുത് നടക്കുന്നത്. ചിരിക്കാണ്ടൊന്ന് വർത്താൻ പറയാം. എന്നെ കൊണ്ടാകുമെന്നോ? ഒന്ന് ചിരിക്കാണ്ട് വർത്താൻ പറയും. ചിരിക്കല്ല അല്ല സംസാരിക്കുന്നതിനെ കൊണ്ട് പറ്റില്ല. അത് ഭയങ്കര വലിയ ടാസ്ക് ആണ്. അതിന് വീഡിയോയിൽ ഞാൻ ചിരിക്കാണ്ട് സംസാരിച്ചാൽ എന്തൊരു ടാസ്ക് വെച്ചാൽ ചിലപ്പോൾ ഞാനത് തോറ്റുപോകും ചിരിക്കാണ്ട് സംസാരിക്കുന്നത്. പക്ഷേ അത് എൻ്റെ രക്തത്തിൽ അഴിഞ്ഞു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമുണ്ട് കറി ഉണ്ടാക്കാൻ. എനിക്ക് ബിരിയാണി എന്തോ ആരോ പൊട്ടിച്ചിട്ട് ഐസോ നിലത്തൊന്നും ഇറങ്ങല്ലേ. ഇയാൾ തന്നെ നിന്നോ. ഞാൻ ഇങ്ങനത്തെ ഇതൊക്കെയാ പറഞ്ഞത്. പാത്രം ഇങ്ങനത്തെ പാത്രം അത് എത്രാന്ന് വില ഒക്കെ ചോദിക്കാൻ വേണ്ടി 3,585. മരുവൻ പറഞ്ഞിരുന്നു. ഇനി രാത്രി ഉണ്ടാവും ഒരു കച്ചറ ഉറങ്ങാണ്ട്. നിങ്ങളായിട്ട് പോലെയാണിട്ടെന്നാ നാളെ ഞങ്ങൾ അമ്മായിന്റെ സ്കൂളിൽ ഡാൻസ് ആണ് ഗൈസ്. നമ്മളിപ്പോ നോക്കാൻ വന്ന സാധനം നോക്ക്. അതൊക്കെ അവിടെ വെക്ക്. TV കൊണ്ടുപോകാനുള്ള വണ്ടിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ കേട്ടോ. കുറച്ച് നേരത്തേക്ക് ഇവിടെ AC ഒക്കെ കൊണ്ട് ഇങ്ങനെ കുത്തിയിരിക്കും. അമ്മ വല്ലാണ്ട് മുതലാക്കുന്നുണ്ട് ഇവിടെ. AC നേരെ ചോട്ട് കുത്തിയിരുന്നാണ്. ചിലിക്കുട്ടിയെ ജാബി ഓനെ പിടിച്ചോ. ഐസു അങ്ങോട്ട് വാ. നമ്മള് വീട്ടിലെത്തിയ കുറച്ച് നേരം വൈകിയപ്പോ സമയം 9 മണിയായിട്ടോ. അത് കുറെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. ടൗണ് മുതൽ ഇവിടെ നമ്മളിവിടെ എന്താ പറയുക കുറ്റിക്കാട്ടൂർ വരെ നല്ല ബ്ലോക്ക്. കാരണം പെരിങ്ങളം വരെ നല്ല ബ്ലോക്ക് ആയിരുന്നു. അപ്പൊ ഉമ്മനെ അവിടെ വീട്ടിലിറക്കി. അപ്പൊ ഐസ് കിടന്നുറങ്ങിക്കുന്നത് ഉറക്കൊന്നുമില്ല. നമ്മള് പിന്നെ പകലാണ് ഉറങ്ങുക. രാത്രി ഉറങ്ങൂല. രാത്രി 2 മണിയാവും മുപ്പത്തേര് ഉറങ്ങുകയാണെങ്കിൽ രാവിലെ നല്ല വൈകുന്നേരം വരെ കിടന്നുറങ്ങും. അത് കഴിഞ്ഞാൽ ഞങ്ങൾ കണ്ണ് തുറന്ന് ഇങ്ങനെ അട്ടത്തേക്ക് നോക്കി കുത്തിരിക്കും അല്ലേ. ഇതാണ് കണ്ടോ. അപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങിച്ച് ഇത് തുറന്നാ അങ്ങോട്ടേക്ക് വീണു. അതാണ് ഉറക്കം തൂങ്ങിയ വർത്താനം. എന്താ നിങ്ങൾ ഇത്രയും ആശികാക്കി ഐസും 7 മണി ആയാൽ ആശികാക്കി ഐസും കിടന്നുറങ്ങും. ഞങ്ങളൊക്കെ അങ്ങനെയാണ്. ഇപ്പൊ നമ്മള് പുതിയ വീട്ടിൽ നമ്മൾ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് അല്ലേ. 2 ഉമ്മമാരും ഇല്ല. നമ്മൾ രണ്ടാളും ഒറ്റക്കായിട്ട് ആശിക എന്നപ്പോ അറിയാം നമുക്ക് പേടിയുണ്ടോ ജനാലും ആരോ മുട്ടുമെന്നൊക്കെ എന്നെ പേടിപ്പിക്കുക വെറുതെ കുത്തിരിഞ്ഞിട്ട്. അപ്പൊ നമ്മള് TV വാങ്ങിക്കുന്നു. അതേപോലെ പിന്നെ ഒരു ഫാന് വാങ്ങിക്കണം. പിന്നെ ഇസ്തിരിപ്പെട്ടി വാങ്ങിക്കുന്നു. കുറച്ച് പാത്രങ്ങളൊക്കെ വാങ്ങിക്കുന്നു. അവിടുത്തെ വണ്ടിയിൽ കൊണ്ടുവരണമെന്നായി വിചാരിച്ചു. പക്ഷെ ഫുള്ള് ബ്ലോക്ക് ആണ്. അവിടുത്തെ വണ്ടിയൊക്കെ എപ്പോഴോ ആവില്ല. പിന്നെ നമ്മളെ കാറിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുവന്നു. എന്നപ്പോൾ ഇനി അതൊക്കെ എടുത്ത് അകത്തേക്ക് വെക്കണം. അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ ആട്ടോ. നമ്മളിങ്ങനെ വലുതായിട്ടൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു. പിന്നെ ബ്ലോക്കായിട്ട് എങ്ങോട്ടേക്ക് പിന്നെ മക്കളും വെച്ച് എവിടെയും പോകാനും പറ്റുന്നില്ല. നമുക്ക് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങാണ്ടിരുമ്പോൾ അതൊന്നും വാങ്ങിയില്ല. പിന്നെ നമ്മൾ ജസ്റ്റ് ഫുഡൊക്കെ കഴിച്ച് വേഗം വീട്ടിലേക്ക് എത്തിയാൽ മതി. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചതിനെ കൊണ്ട് ഇനിയിപ്പോൾ രാത്രി ഫുഡൊന്നും ഉണ്ടാക്കി കഴിക്കേണ്ട ആവശ്യമില്ല. ഇനി രാവിലെ ഞാൻ ആദ്യമായിട്ട് ഇവിടെ കുക്ക് ചെയ്യാൻ പോവാണ്. ആയിക്കോട്ടെ. അല്ല അതിനായിട്ട് ഇവിടെ വന്നിട്ട് ഐസുമ്മാണ് ഇവിടെ കുക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ ഐസുമ്മ പോയതിനെ കൊണ്ട് ഇന്ന് നാളെ മുതൽ ഞാൻ കുക്കിംഗ് ചെയ്യണം. അപ്പോൾ എങ്ങനെ ഉണ്ടാവണമെന്ന് അറിയില്ല. അല്ല കുക്കിംഗ് ചെയ്യണം. ഇവിടെ അടിച്ചു വരണം. അടിച്ചു വരൽ നിങ്ങളെ കൊണ്ട് ഞാൻ ഏൽപ്പിച്ചിരിക്കണം. ഇത് കുക്കിംഗ് ചെയ്യുന്നതിൻ്റെ പണി. അതപ്പോൾ നീ
ഇത്രയേ ഉള്ളൂ നമ്മളെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഓക്കെ, പുതിയ വിശേഷമായിട്ട് നമ്മള് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കട്ടെ. സാധനങ്ങളൊക്കെ എടുത്തേക്ക് ഞാൻ അപ്പോഴത്തേക്ക് മോളെ കൊണ്ടുവന്ന് നോക്കിക്കോട്ടെ. ലൈസ്ലി കണ്ണൂർ നൂത്തിരിക്കും നോക്ക്. ഇതോ ഓക്കെ പോയി കിടന്നോ.